പ്രസംഗം തുടങ്ങണേക്കാട്ട് മുമ്പ് വഹാബ് സാഹിബിന് പോകാനുള്ളൊരു അനുമതി കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം മൂപ്പരിപ്പോൾ നിലമ്പൂർ പോയിട്ട് 11 മണിൻ്റെ ഫ്ലൈറ്റ് പിടിക്കുമെന്നാണ് പറയണത്. ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണ്ട, വഹാബ് സാഹിബ് പോയിക്കോ. യോഗത്തിലെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ബജറ്റ് സമ്മേളനമായിരുന്നു. രാത്രി ഏകദേശം 12 മണിക്കാണ് ഞാൻ എറണാകുളത്ത് എത്തിയത്. കുഞ്ഞാലി സാഹിബ് ഇന്ന് രാവിലെ പങ്കെടുത്ത ഡയാലിസിസ് പരിപാടിയിൽ എനിക്കും പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ എത്തി. രാത്രിയുള്ള 11 മണിയുടെ ഫ്ലൈറ്റ് ഡൽഹിയിലെത്തുമ്പോഴേക്ക് ഏകദേശം വെളുപ്പിന് 3 മണിയാവും. എന്നിരുന്നാൽ പോലും ഈ ചടങ്ങിന് വരേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ മിസ്സാകുമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ വരാനുണ്ടായിരുന്ന എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. ഇതൊരു ചരിത്രമാണ്, ഇത് ചരിത്രത്തിൻ്റെ തുടക്കമാണ്. നേരത്തെ ഷെരീഫ് പറഞ്ഞതുപോലെ തന്നെ ഇനി വരുന്ന യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റികൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയത്. അപ്പൊ മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്, മലപ്പുറത്തിന്റെ മഹിമ എന്നൊക്കെ പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, വെള്ളക്കാരന്റെ വെടിയുണ്ടകൾക്ക് നേരെ ഷൂ നക്കാത്ത ഒരു പൈതൃകമാണ് മലപ്പുറത്തിൻ്റെതെന്ന്. വെള്ളക്കാരന്റെ വെടിയുണ്ട മാറിലേക്ക് നേരിട്ട ഒരു പൈതൃകമാണ് മലപ്പുറത്തിൻ്റെതെന്ന്. അതേപോലെ തന്നെ നമ്മളുടെ മക്കൾക്കെല്ലാവർക്കും A+ കൂട്ടത്തോട് കിട്ടിയപ്പോ കോപ്പിയടിച്ച് കിട്ടിയതാണെന്ന് ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞ രീതിയിലേക്ക്, അസൂയയിലേക്ക് പോയ ഒരു പൈതൃകമാണ് മലപ്പുറത്തിൻ്റെ. നമുക്കറിയാം, ഇതാണ് മലപ്പുറത്തിന്റെ കഥ, മലപ്പുറത്തുകാരുടെ കഥ എന്ന് പറയുന്നത്. മലപ്പുറത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. കൊറോണ കാലത്ത് കരിപ്പൂരിൽ ഒരു വിമാന അപകടമുണ്ടായപ്പോ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും അൺകണ്ടീഷണൽ ലവ് എന്ന് നമ്മൾ പറയുന്ന പോലെ, ഒന്നും തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു കാര്യം കൊണ്ടല്ല, പക്ഷേ അൺകണ്ടീഷണലായിട്ട് അവരുടെ സ്നേഹം നമുക്ക് തരുന്ന ഒരു ജനത എന്ന് പറയുന്നത് ഈ മലപ്പുറം തന്നെയാണ് എന്നുള്ള യാതൊരു സംശയവുമില്ല. എന്നെ സംബന്ധിച്ച് 40-42 കൊല്ലമായിട്ട് മലപ്പുറം എന്റെ ഒരു സെക്കൻഡ് ഹോം ടൗൺ ആണ്, സെക്കൻഡ് ഡിസ്ട്രിക്റ്റ് ആണെന്ന് പറയാം, ഹോം ഡിസ്ട്രിക്റ്റ് ആണെന്ന് പറയാം. 40-42 കൊല്ലമായിട്ട് ഞാൻ മലപ്പുറവും പാണക്കാട് കൊടപ്പനക്കൽ തറവാടും കാരാത്തോട് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ തറവാടെല്ലാം 40-42 കൊല്ലമായിട്ട് എനിക്കറിയാവുന്ന മലപ്പുറമാണ്. ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ഏകദേശം 40 കൊല്ലത്തോളം മുമ്പ് കുഞ്ഞാലി സാഹിബ് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് വലിയ ആസ്തമയുടെ രോഗമുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ കുഞ്ഞാലി സാഹിബ് എൻ്റെ പിതാവിന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നല്ലൊരു ഹോമിയോ ഡോക്ടറുണ്ട്, ആ ഹോമിയോ ഡോക്ടർ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞ്, അന്ന് കുഞ്ഞാലി സാഹിബിന്റെ നെറ്റിയിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ സുഖപ്പെടുത്തി കൊടുത്തത് ആ ഡോക്ടറാണ് എന്നും പറഞ്ഞ് എന്നെ ആ കാറിൽ കയറ്റി കൊണ്ടുപോയത്, 40 കൊല്ലം മുമ്പ് കൊണ്ടുപോയത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതുപോലെ തന്നെ കൊടപ്പനക്കൽ തറവാട്, നമുക്കറിയാം, നമ്മളിപ്പോ മലപ്പുറത്തിന്റെ സ്നേഹം പറയുമ്പോൾ, മലപ്പുറത്തിന്റെ പൈതൃകം പറയുമ്പോൾ, മലപ്പുറത്തിന്റെ സംസ്കാരം പറയുമ്പോൾ കൊടപ്പനക്കൽ തറവാടിനെ തൊടാതെ നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം ഇപ്പോ പറഞ്ഞ പോലെ തന്നെ 1969 ജൂൺ 16 രൂപീകരിച്ച ഈ ജില്ല എന്ന് പറയുന്നത്, അത് മണ്ണും മഴയും പുഴയും എല്ലാം കലർന്നു ചേർന്നൊരു മിശ്രിതത്തോട് കൂടിയിട്ട് വളർന്നു വന്ന ഒരു ജില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലുമെല്ലാം പ്രകൃതിയോട് സാമ്യമായിട്ടുള്ള രീതിയിലുള്ള ആഘോഷങ്ങളും ആചാരങ്ങളുമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കാളപ്പൂട്ട് മത്സരം തൊട്ട് എല്ലാ മത്സരങ്ങളും എങ്ങനെയാണ് ഓരോ മത്സരങ്ങളും ആഘോഷമായി മാറ്റുന്നത് എന്നുള്ളത് മലപ്പുറത്തെ കണ്ടുപഠിക്കണമെന്ന് നമുക്കറിയാം. നേരത്തെ കുഞ്ഞാലി സാഹിബ് പറഞ്ഞ പോലെ മലപ്പുറം എന്ന് പറയുന്നത് എന്തോ ഒരു മോശമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് മാറ്റിയെടുത്ത ഒരു സംസ്കാരം. ഇപ്പൊ മലപ്പുറത്തെ നോക്കൂ, മലപ്പുറത്തെ കുട്ടികളെ നോക്കൂ. ഇപ്പൊ മലപ്പുറത്തെ എല്ലാവരും മോഡലാക്കാൻ പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സംസ്കാരത്തെ മാറ്റി ഉടച്ച ആ സംസ്കാരത്തെയാണ് നാം മാ എന്ന സംസ്കാരം ആയിട്ട് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പറയുന്ന മാ എന്ന് പറയുന്ന ലവ് ലെഗസി ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്
ഈ പറയുന്ന മലപ്പുറത്തിന്റെ ചരിത്രം വിളിച്ചോതുന്ന ഈ കൺസെപ്റ്റ് ഏത് രീതിയിലും നാം നമ്മളുടെ ആളുകൾക്ക് നമ്മളുടെ ഒരു സന്ദേശം നൽകുന്ന ഒരു കൺസെപ്റ്റായി മാറണം. അത് മാറി എന്നുള്ളതിനകത്ത് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോ കഴിഞ്ഞ 3 ദിവസങ്ങളും 3 ദിനരാത്രങ്ങളുമായിട്ട് ഇവിടെ തടിച്ചുകൂടിയ ജനസംഖ്യ എന്ന് നിസ്സംശയം പറയാം. എന്നതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇതിനകത്ത് എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നുകൂടി നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.